ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കേബേജ് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേബേജ് തോരനെക്കാട്ടിയും ടേസ്റ്റാണ് കഴിക്കാൻ. ആദ്യം ഒരു പാനിലോട്ട് ഓയിൽ ഒഴിക്കുക. ഇനി അതിലോട്ട് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. എരിവുള്ള ക്രഷ്ഡ് ചില്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത് എനിക്ക് അത്യാവശ്യം എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കേബേജ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം കുക്കായി വരാൻ നല്ല എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തത്. ഇനി ഈ മസാലയൊക്കെ മിക്സ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി മസാലയൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒട്ടും എയറൊന്നും പോവാത്ത രീതിയിൽ അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേബേജൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കേബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ കേബേജ് മെഴുക്ക് പുരട്ടി ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് കേബേജ് തോരനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടത് ഈ കേബേജ് മെഴുക്ക് പുരട്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.